സാധാരണക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും പലസ്തീനികൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു പലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ, എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങളെ പരമാവധി ബഹിഷ്കരിക്കേണ്ടതുണ്ട്. ഒരേ സമയം നമ്മൾ ഇസ്രയേലിന് എതിരാണെന്ന് പറയുകയും ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങളെ നമ്മുടെ ഫ്രിഡ്ജുകളിൽ കയറ്റിവെക്കുകയും ചെയ്യുന്ന വിരോധാഭാസം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വരുന്നതല്ലെന്ന് ഈ സമയത്തെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്. നമ്മൾ ആ നിലപാട് എടുത്തേ മതിയാവൂ. ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, നിരന്തരമായ പ്രാർത്ഥനയും ഇസ്രയേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവുമാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ. ജാഗ്രതയോടുകൂടി അത് നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അന്തർദേശീയ തലത്തിൽ സയനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന വംശീയ അജണ്ട പോലെ തന്നെ രാജ്യത്തും മുസ്ലിം വിരുദ്ധവും വംശീയവുമായ അജണ്ടകളുമായി ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാഗ്വാദങ്ങൾ നമ്മൾ കേൾക്കുന്ന സഹോദരങ്ങളെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആത്മാവിന് നിരക്കാത്ത നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ. ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തിന് കേട്ടുകേൾവിയില്ലാത്തതാണ്.